നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ എന്തുകൊണ്ട് അവനെ മിടുക്കൻ എന്ന് വിളിക്കുന്നു എന്ന് പറയാം. അതുകൂടാതെ ഈ മിടുക്കൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരോടും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ If I'm giving 100 rupees to someone else, 110 രൂപ ദൈവം തിരിച്ചു തരും. my 110 rupees I'll get. ഞാൻ പറഞ്ഞ മനസ്സിലായി? How many of you understood what I'm saying? ഇന്ന് ഇവിടെ സ്തോത്ര കാഴ്ച എടുക്കുന്നില്ല. We are not collecting offertory today. കേട്ടോ, ഇന്ന് സ്തോത്ര കാഴ്ച ഇല്ല ചർച്ചില്. There is no offertory today. പകരം ഈ ഹാളിൽ എത്ര പേരുണ്ടോ, Instead of that, അത്രയും പേരുടെയും പേഴ്സ് എടുക്കണം. you all take your wallet right now. കമോൺ, എടുക്ക. തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ, നടന്നു പോവോ, അതൊന്നും എന്റെ വിഷയമല്ല. I don't know how you return your home. ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞു, ചെയ്യിപ്പിക്കുന്നു. The Holy Spirit is leading me to do this, so I'm doing this. എത്ര പേരുണ്ടോ അത്രയും പേരും. All people take your wallet. എടുക്കടാ, പേഴ്സ് ഉണ്ടോ? പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം. കുറച്ചുകൂടെ ഞങ്ങളെ ഫേമസ് ആക്കി തരണം. എടുത്തവര് കൈ പൊക്കിക്കേ. Please raise up your hands if you take your wallet. എനിക്ക് എണ്ണണം കൈ. I want to count. ജസ്റ്റിൻ ബ്രദർ ഒന്ന് എണ്ണിക്കേ, എത്ര കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് എന്റെ ചെവിയിലേ വന്ന് പറയാവുള്ളൂ. റിയ എണ്ണിക്കേ, ഈ സൈഡിൽ നിൽക്കുന്നവരെ എണ്ണിക്കേ, എത്ര പേരാന്ന് എണ്ണിക്കേ. നിന്റെ കൈയും പൊക്കണം. പൊക്കടാ. ബ്ലെസ്സിങ് വേണ്ടവര്, എനിക്ക് നിർബന്ധമില്ല. If you need blessing, you raise your hands. എല്ലാരും പൊക്കിയോ? Hope everybody hands is raised. സോറി, പേഴ്സ് ഇല്ലാത്തോണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവരും കൂടെ കയറിക്കോ. നിന്റെ പേഴ്സ് ഇല്ലേ? ഇല്ല. പൈസ ഉണ്ട് അക്കൗണ്ടിൽ? ഉണ്ടാ? ഉണ്ട്. കൈ പൊക്ക, എല്ലാരും പൊക്ക. ഓക്കെ. ഈ നിൽക്കുന്ന നിങ്ങളിൽ, Among us, ഈ കൈ പൊക്കി പിടിച്ചേക്കുന്ന നിങ്ങളിൽ 1000 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തവരില്ലല്ലോ. അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. 500 രൂപ കാണുമല്ലോ. you all have 500 rupees balance with you. ഓക്കെ. മിനിമം ഞാൻ പറയാണ് 1000 or 2000. Minimum 1000 or 2000. എന്തായാലും ഇത് പറയാതെയും ചെയ്യാതെയും തെറി കേൾക്കുന്നുണ്ട്. Anyway, എന്നാ പിന്നെ I ചെയ്തിട്ട് have criticized. നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് 2000 എടുക്കാൻ തോന്നുന്നവർ 2000 എടുക്കുക. 1000 എടുക്കാൻ പറ്റുന്നവർ 1000 എടുക്കുക. 500 വേണ്ട. അന്നേരം 2000-കാർ 500 എടുക്കും. അതുകൊണ്ടാ എടുത്തവർ പെട്ടെന്ന് ആ കൈയൊന്ന് പൊക്കി പിടിച്ചേക്കണം. എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ, അതുകൊണ്ടാണ്. എടുത്തോ. 2000 എടുത്തവര് കൈ പൊക്കിക്കേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ആരുമില്ല. നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 ഇട്ടോ? 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞേ? എന്നാലും സാരമില്ല, ബാക്കി പൊക്കിപ്പിടി എല്ലാരും. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. നിങ്ങൾക്ക് എന്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവർ ഇട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ 1,00,000 എടുത്തിടേ. നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. വലിയൊരു ക്ഷീണത്തിൽ നിന്ന് ആള് സൗഖ്യമായി എഴുന്നേറ്റ് വന്നിരിക്കുക. അവരുടെ ബിസിനസ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.
God will bless your business. 1000 ആണോ? 2000. വേറെ ആരാ? നോബൽ ബ്രദർ വാ. ഇനി ആർക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള? വായോ. കണ്ടല്ലോ, ഇതാണ് അപ്പോസ്തോലനായ പ്രവീൺ. ഞാൻ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ മിടുക്കൻ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, അവർ നന്നായിട്ടറിയാം കേരളത്തിൽ വിറ്റുപോകുന്ന ഏറ്റവും മെച്ചപ്പെട്ട ബിസിനസ് ഏതാണ്. നമ്മുടെ നാട്ടിലെ ധാരാളം ചെറുപ്പക്കാർ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി ഒരു തൊഴിൽ നേടി കേരളത്തിൻ്റെ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകാറുണ്ട്. കേരളത്തിൽ അവർക്ക് നല്ല തൊഴിൽ കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് ഈ നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അങ്ങനെ ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തൊഴിൽ നേടിപ്പോയി അവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ തൊഴിൽ കിട്ടാതെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞ് തൊഴിലില്ലായ്മയുടെ പരാതികൾ പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർ കണ്ടുപിടിക്കണം ഈ ചെറുക്കനെ. ഇവൻ നല്ല ഒന്നാന്തരം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി. ഇതിലും മെച്ചപ്പെട്ട ഒരു തൊഴിൽ കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവനറിയാം. കൂലി പ്രശ്നമില്ല, ചുമട്ട് തൊഴിലാളി പ്രശ്നമില്ല, ലൈസൻസ് വേണ്ട, സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കണ്ട, നിസ്സാരമായിട്ട് ആർക്കും തുടങ്ങാവുന്ന ബിസിനസ്. എൻ്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ, അടിസ്ഥാന യോഗ്യതകൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യത നല്ല തൊലിക്കെട്ടിയാണ്. അതായത് ആരെന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെ അത് ബാധിക്കാൻ പാടില്ല. രണ്ടാമത്തേത് നന്നായിട്ട് വാചകമടിക്കാനുള്ള കഴിവാണ്. വെറും വാചകമടിയല്ല, ആൾക്കാരെ നന്നായിട്ട് സുഖിപ്പിക്കണം, ഭയപ്പെടുത്തണം, അവർക്ക് ഒരുപാട് മോഹങ്ങൾ കൊടുക്കണം, നല്ലപോലെ കള്ളം പറയണം. ഇങ്ങനെ 3-4 തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു മതത്തെ തിരഞ്ഞെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. പക്ഷേ അക്കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ക്രിസ്തു മതം തന്നെയാണ്. കാരണം വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാട് എന്നൊരു ചെല്ല് മലയാളത്തിലുള്ളതുപോലെ ബൈബിൾ എടുത്തവൻ എല്ലാം പാസ്റ്റർ എന്ന ഒരു ചെല്ല് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം അക്ഷരാഭ്യാസം, തൊലിക്കെട്ടി, ഞാൻ മേൽ പറഞ്ഞ് സംസാരിക്കാനും കള്ളം പറയാനുമൊക്കെയുള്ള കഴിവ്, ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാനുള്ള കഴിവ്, ഒപ്പം ബൈബിൾ വായിക്കാനുള്ള ഒരു കഴിവും കൂടെ. എന്നിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് ഘോരം നിങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? ക്രിസ്തു നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തിത്തരും, ക്രിസ്തു നിങ്ങളുടെ രോഗം മാറ്റിത്തരും, ക്രിസ്തു നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരും, നിങ്ങളുടെ ദുഃഖം നീക്കിത്തരും, എന്തൊക്കെ മനുഷ്യർ ആഗ്രഹിക്കുന്നോ അതെല്ലാം അദ്ദേഹം ചെയ്തു തരും എന്ന് നിങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി പറയണം. പിന്നെ നിങ്ങളുടെ ഈ ബിസിനസ് കൂടുതൽ കൊഴുപ്പിക്കാൻ എന്തെങ്കിലും ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി. കേരളത്തിൽ ജോലിയില്ലാതെ നടക്കുന്ന ഏത് ചെറുപ്പക്കാർക്കും തുടങ്ങാവുന്ന വളരെ മികച്ച ഒരു ബിസിനസ്സാണ് ഈ ചെറുപ്പക്കാരൻ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള ബിസിനസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമൂലമുള്ള മെച്ചം എന്താണെന്ന് അവൻ നന്നായിട്ട് പലരും അത്തരത്തിലുള്ള ബിസിനസ് നടത്തി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇനി ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ പയ്യൻ്റെ പ്രഭാഷണം കേൾക്കാനും അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ പിന്നാലെ കൂടിയിരിക്കുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ബാഹുല്യം നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾക്കും ആകാം പാസ്റ്റർ എന്ന്. നമ്മുടെ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി പറയുന്ന പോലെ നിങ്ങൾക്കും ആകാം ഡോക്ടർ, നിങ്ങളുടെ ഡോക്ടർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും ആകാം പാസ്റ്റർ. ഞാൻ മേൽ പറഞ്ഞ ക്വാളിറ്റീസ് മാത്രം മതി. എന്തു തന്നെയായാലും ശരി, ഇത്തരക്കാരുടെ പിന്നാലെ പോകുന്ന ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മൾ കണ്ട പയ്യൻ, അവൻ്റെ പേര് പ്രവീണെന്നാണ്. വെറും പ്രവീണല്ല, അപ്പോസ്തോലനായ പ്രവീണെന്നാണ് അവനെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ അപ്പോസ്തോലിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരോട്, ഇവരെല്ലാവരും ഒരു പക്ഷേ ക്രിസ്ത്യാനികളായിരിക്കണം, വേദപുസ്തകമൊക്കെ വായിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ഈ വ്യക്തി, ഈ ചെറുക്കൻ ഇവനെ തന്നെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുമ്പോൾ അതിൽ തന്നെയുള്ള പ്രശ്നം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായെന്നെ. അപ്പോസ്തോലൻ എന്ന് പറയുന്ന പദവി നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു 12 പേർക്ക് മാത്രമാണ് കൊടുത്തത്. ഈ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യരാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് ആ സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തോലന്മാരായിട്ട് ക്രിസ്തു 12 പേരെ മാത്രമാണ് നിയമിച്ചത്.
അതിൽ ഒരാൾ യൂദയായിരുന്നു. യൂദയുടെ കഥ നിങ്ങൾക്കറിയാം. യൂദ ആത്മഹത്യ ചെയ്തു. യൂദ ആത്മഹത്യ ചെയ്ത ഒഴിവിലേക്ക് ഒരു അപ്പോസ്തോലനെ വേണമായിരുന്നു. ക്രിസ്തു നേരിട്ടല്ലാതെ ഒരു അപ്പോസ്തോലനെ നിയമിച്ചിട്ടില്ല. മറ്റൊരാൾക്കും അപ്പോസ്തോലനെ നിയമിക്കാനും പറ്റില്ല. അപ്പോസ്തോലന്മാർക്ക് പോലും അപ്പോസ്തോല പദവി ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. എന്നാൽ യൂദ മരിച്ചു കഴിഞ്ഞപ്പോൾ യൂദയുടെ സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കണം എന്ന് പത്രോസും കൂട്ടുകാരും കൂടെ തീരുമാനിച്ചു. അപ്പോൾ യൂദയുടെ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 2-3 പേരെ നിർത്തി ചീട്ടിട്ടു. ചീട്ടിട്ടപ്പോൾ മത്ഥിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചീട്ട് വീണു. അദ്ദേഹത്തിന് യൂദയുടെ സ്ഥാനം കൊടുത്തു. എന്നാൽ അപ്പോസ്തോലന്മാർക്ക് അപ്പോസ്തോലനെ നിയമിക്കാനുള്ള അധികാരമില്ല എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് തെളിയിച്ച സംഭവമാണ് അതിനുശേഷം നടന്നത്. ക്രിസ്തു യൂദയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ശൗൽ എന്ന പേരുള്ള, പിന്നീട് സകല ശിഷ്യന്മാരെക്കാളും സകല അപ്പോസ്തോലന്മാരെക്കാളും ഏറ്റവും വലിയ അപ്പോസ്തലനായിട്ട് മാറിയ പൗലോസ്. ക്രിസ്തു നേരിട്ടാണ് പൗലോസിനെ തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്തുവിന് നേരിട്ട് മാത്രമേ ഒരാൾക്ക് അപ്പോസ്തോല പദവി നൽകാൻ പറ്റുകയുള്ളൂ. 12 അപ്പോസ്തോലന്മാരെ മാത്രമേ ക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. 13 പേരുണ്ടായിരുന്നു, അതിലൊരാൾ മരിച്ചുപോയി. ആ ഒഴിവിലേക്ക് ക്രിസ്തു തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത അപ്പോസ്തോലനാണ് പൗലോസ്. അപ്പോൾ വീണ്ടും 12 അപ്പോസ്തോലന്മാർ. ഈ 12 അപ്പോസ്തോലന്മാരല്ലാതെ പിന്നീട് ഇങ്ങോട്ട് 10,000 കൊല്ലമായി ഇതുവരെ ഒരു അപ്പോസ്തോലനും വന്നിട്ടില്ല, ഒരു അപ്പോസ്തോലനും ഉണ്ടാകാനും പറ്റില്ല. കാരണം ക്രിസ്തുവിന് നേരിട്ട് മാത്രമേ അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അത് അന്ന് തന്നെ തിരഞ്ഞെടുത്തും കഴിഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ഞാനൊരു അപ്പോസ്തോലനാണെന്ന് സ്വയം പറയുമ്പോൾ അവൻ എത്രക്കാരനാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇത്തരക്കാരുടെ പിന്നാലെ പോകുന്നവർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ഒന്ന് മോഹിച്ചു പോവുകയാണ്. എനിക്കറിയാം അതൊരു മോഹം മാത്രമായിട്ട് നിലനിൽക്കുമെന്ന്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ നമ്മുടെ നാട്ടിലെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരോട് പറഞ്ഞത്, നിങ്ങൾക്കും ആകാം പാസ്റ്റർ, നിങ്ങൾക്കും ആകാം അപ്പോസ്തോലൻ. ഞാൻ പറഞ്ഞ ആ ക്വാളിറ്റീസ് മാത്രം മതി. നിങ്ങൾ തൊഴിൽ തേടി ദുബൈയിലോ അമേരിക്കയിലോ ഗൾഫിലോ തമിഴ്നാട്ടിലോ എങ്ങും തന്നെ പോകേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നാളെ നിങ്ങൾക്കുമാകാം അപ്പോസ്തോലൻ, നിങ്ങൾക്കുമാകാം പാസ്റ്റർ. താങ്ക് യു.